ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സേമിയയും നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. അത് ചെറിയ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യില്ലെങ്കിൽ ഓയിലിൽ ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം പഴുത്ത പഴം തന്നെ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല മധുരമുള്ള പഴം എടുക്കുക കേട്ടോ. നേന്ത്രപ്പഴം വെച്ചിട്ട് നമ്മൾ സ്നാക്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ നല്ല മധുരമുള്ള നേന്ത്രപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 2-3 മിനിറ്റ് നേരം മാത്രം വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ട് കിട്ടും. ഒരുപാട് പഴുത്ത് കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴം എടുക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പീസ് നമ്മൾ വഴറ്റിയെടുക്കുന്ന ഒരു സമയത്ത് കുഴഞ്ഞു പോകും. അപ്പോൾ ഇത് കുഴഞ്ഞു പോവാതെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി. നല്ലപോലെ കറുത്ത നേന്ത്രപ്പഴമൊക്കെ എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മളിത് വഴറ്റിയെടുക്കുന്ന സമയത്ത് മൊത്തം കുഴഞ്ഞു പോയിട്ട് പിന്നെ നമ്മൾ സ്നാക്സ് തയ്യാറാക്കുന്ന ഒരു സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ. ഇപ്പോൾ അത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കുക കേട്ടോ. എല്ലാ പീസും ഇങ്ങനെ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയിൽ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ അത് പഴമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1-2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. ഈ ഒരു പഴത്തിൽ ഈ ഒരു തേങ്ങ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരണം. അപ്പോൾ അത് ആ തേങ്ങയും പഴമൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത്ര മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള സേമിയ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേ പാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സേമിയ എടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏതാണെങ്കിലും ജസ്റ്റ് ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ള സേമിയം സാധാരണ നമ്മൾ പായസം തയ്യാറാക്കുമല്ലോ ആ ഒരു സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കനം കുറഞ്ഞ രീതിയിലുള്ള ആ ഒരു സേമിയ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സേമിയത്തിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുന്നതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഒരുപാടൊന്നും കളർ മാറി കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി കൂടുതലായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് സേമിയയ്ക്ക് ഞാൻ 2.25 കപ്പോളം തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടും. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഒരു 4 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും. അപ്പോൾ നമ്മുടെ സേമിയം കറക്റ്റായിട്ട് വെന്ത് കിട്ടൂല. അപ്പോൾ സേമിയൊക്കെ നല്ലപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സേമിയം ഒരുപാട് വെന്തിട്ട് പൊടിഞ്ഞു പോകരുത് കേട്ടോ. നമ്മുടെ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിന് മുറിച്ചിട്ടുണ്ടെങ്കിൽ മുറിഞ്ഞ് കിട്ടുന്ന ആ ഒരു രീതിയിൽ വേണം ഇതൊന്ന് കുക്കായിട്ട് കിട്ടാൻ. അല്ലാതെ വെന്ത് ഉടഞ്ഞു പോകുന്ന രീതിയിൽ ഇത് കുക്ക് ചെയ്തെടുക്കരുത്. അപ്പോൾ ഞാനെടുത്ത 1 കപ്പ് സേമിയയ്ക്ക് 2.25 കപ്പ് വെള്ളം കറക്റ്റ് പാകമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാടൊന്നും വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സേമിയം കുക്കായി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണം കിട്ടാൻ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പഴവും തേങ്ങയും പാടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലിപ്പോൾ ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് സേമിയാണ് കേട്ടോ. പഴത്തിൻ്റെ അളവ് കുറവാണ്. ഈ ഒരു പലഹാരം കഴിക്കുന്ന സമയത്ത് ഇടയിൽ ഇങ്ങനെ ഒരു പഴത്തിൻ്റെ പീസ് കടിക്കാൻ മാത്രം കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് പഴം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് ശർക്കരപ്പാനി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പാനിയൊക്കെ തയ്യാറാക്കുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ മധുരം ഉണ്ടെങ്കിലുള്ളൂ ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ശർക്കരപ്പാനിയൊക്കെ. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പഴം നെയ്യിൽ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സേമിയം വറുത്തെടുത്തത് നെയ്യിലാണ്. അപ്പോൾ അത് നെയ്യിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും 1 ടീസ്പൂൺ നെയ്യ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ശർക്കരപ്പാനി ചേർത്തതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മധുരമുള്ളൊരു പലഹാരമാണല്ലോ. അപ്പം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ശർക്കരപ്പാനി നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറ്റിച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു സേമിയത്തിലേക്കൊക്കെ നല്ലപോലെ മധുരം പിടിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം.
ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ശർക്കരപ്പാനിയൊക്കെ ഈ ഒരു സേമിയത്തിൽ നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. കളറൊക്കെ നല്ലപോലെ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഒന്നും കൂടെ വെള്ളത്തിൻ്റെ ആ ഒരു അംശമുണ്ട്, അതും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു പാനിൽ നിന്ന് നല്ലപോലെ വിട്ട് വരുന്ന ആ രീതിക്ക് ഇത് ആക്കിയെടുക്കണം. അപ്പോൾ ഇനി അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ചൂട് പോയിട്ടില്ല, ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വാഴയിലയിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ വാഴയിലയുടെ ആ ഒരു ഫ്ലേവറും കൂടി കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വാഴയിലേക്ക് അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ അട തയ്യാറാക്കാനൊക്കെ എടുക്കുമല്ലോ, അതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ഒരു സേമിയത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ നാക്കി കൊടുത്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ആ ഒരു 2 വശം കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ അതാ ഇതേ രീതിയിലൊന്ന് മടക്കിയെടുക്കുക കേട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആവിയിൽ വേവിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഓയിലൊന്നും ചെയ്തെടുക്കാത്തതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാം. സേമിയ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ആവി കയറ്റിയെടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ആയിട്ട് കിട്ടും. ഇതിനി പ്രത്യേകിച്ച് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് നേരം മാത്രം വെച്ചാൽ മതി. അപ്പോഴേക്കും ഇത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 4 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പലഹാരം കഴിക്കുന്ന സമയത്ത് നല്ലൊരു നാടൻ ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത്. ഇപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നല്ല മധുരമുള്ള പലഹാരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുത്തിട്ട് കഴിക്കാൻ കേട്ടോ ഏറ്റവും നല്ലത്. ഇപ്പോൾ അതാ നമ്മുടെ ഒരു പലഹാരം ഒരു വിധമൊക്കെ ചൂട് പോയിട്ടുണ്ട്. തുറന്ന് കാണിച്ച് തരാം. കണ്ടോ, നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ വാഴയിലയുടെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സേമിയും നേന്ത്രപ്പഴമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ തയ്യാറാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. കാരണം നല്ല മധുരമുള്ള ഒരു പലഹാരം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും. ഈ ഒരു പലഹാരം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് തയ്യാറാക്കി നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.